ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പാരൻസ് ടീച്ചർ മീറ്റിംഗിൽ ഒരു പാരന്റിന് ആ ഒരു കൺസേൺ ടീച്ചറുടെ അടുത്ത് എന്തെല്ലാം ചോദിക്കേണ്ടി വരും എന്നുള്ളതാണ്. സപ്പോസ് ഒരു കുട്ടിയുടെ പ്രോഗ്രസ്, അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെയാണ് ക്ലാസ്സിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്, ആളുടെ ബിഹേവിയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആൾ ഏത് സബ്ജക്റ്റിലാണ് കുറച്ചുകൂടെ വർക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടീച്ചറുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. അത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. സോ വിതൗട്ട് എനി ഡ്യൂ ലെറ്റ് സ്റ്റാർട്ട്. മീറ്റിങ്ങിന് വേണ്ടി നമ്മളൊരു സ്കൂളിൽ പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ചോദിക്കുക നമ്മുടെ കുട്ടിയുടെ അക്കാദമിക് പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നായിരിക്കും അല്ലേ. എങ്ങനെയാണ് എൻ്റെ കുട്ടിയുടെ അക്കാദമിക് പെർഫോമൻസ് എങ്ങനെയുണ്ട്, എൻ്റെ കുട്ടിയുടെ അക്കാദമിക് പെർഫോമൻസ് എങ്ങനെയുണ്ട്. ഹൗ ഈസ് മൈ ചൈൽഡ്സ് academic performance? How is my child's academic performance? How is my child's academic performance? Clear? ഇനി ക്ലാസ് വർക്ക്സ്, അതായത് ലൈക്ക് അസൈൻമെന്റ്സ്, പ്രോജക്ട്സ്, ഹോംവർക്സ്, ഇതെല്ലാം കുട്ടി കറക്റ്റ് ടൈമിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് എങ്ങനെയാ ചോദിക്കുക? എൻ്റെ കുട്ടി ക്ലാസ് വർക്കുകൾ സമയത്ത് പൂർത്തിയാക്കുന്നുണ്ടോ? എൻ്റെ കുട്ടി ക്ലാസ് വർക്കുകൾ സമയത്ത് പൂർത്തിയാക്കുന്നുണ്ടോ? സമയത്ത് എന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് പറയും? ഓൺ ടൈം എന്ന് പറയും കേട്ടോ. എന്താണ് ഓൺ ടൈം? ഈസ് മൈ ചൈൽഡ് കംപ്ലീറ്റിംഗ് ക്ലാസ് വർക്ക് ഓൺ ടൈം? ഈസ് മൈ ചൈൽഡ് കംപ്ലീറ്റിംഗ് ക്ലാസ് വർക്ക് ഓൺ ടൈം? ഈസ് മൈ ചൈൽഡ് കംപ്ലീറ്റിംഗ് ക്ലാസ് വർക്ക് ഓൺ ടൈം? ഓക്കെ. ഇനി ചിലർക്ക് ചില സബ്ജക്റ്റിൽ അവർ വളരെ സ്ട്രോങ് ആയിരിക്കും, ചില സബ്ജക്റ്റ് അവർക്ക് അത്ര തന്നെ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അവർ കുറച്ചുകൂടെ വീക്ക് ആയിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ ചോദിക്കാം, എൻ്റെ കുട്ടിയുടെ ശക്തിയും ദുർബലതയും എന്തെല്ലാമാണ്? സ്ട്രെങ്ത്തിന് നമ്മൾ ശക്തി എന്നും വീക്ക്നെസ്സിന് നമ്മൾ ദുർബലത എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിയുടെ ശക്തിയും അതുപോലെ തന്നെ ദുർബലതയും എന്താണ്? വാട്ട് ആർ മൈ ചൈൽഡ്സ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്? വാട്ട് ആർ മൈ ചൈൽഡ്സ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്? വാട്ട് ആർ മൈ ചൈൽഡ് സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്? ക്ലിയർ? ഇനി നമുക്ക് ചോദിക്കാം, എൻ്റെ കുട്ടി എങ്ങനെയാണ് സ്കൂളിൽ ബിഹേവ് ചെയ്യുന്നത്, പെരുമാറുന്നത്, ആളുടെ ബിഹേവിയർ, പെരുമാറ്റം എങ്ങനെയാണ് എന്നെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? എൻ്റെ കുട്ടി സ്കൂളിൽ എങ്ങനെ പെരുമാറുന്നു? എൻ്റെ കുട്ടി സ്കൂളിൽ എങ്ങനെ പെരുമാറുന്നു? ഹൗ ഡസ് മൈ ചൈൽഡ് ബിഹേവ് ഇൻ സ്കൂൾ? ഹൗ ഡസ് മൈ ചൈൽഡ് ബിഹേവ് ഇൻ സ്കൂൾ? ഹൗ ഡസ് മൈ ചൈൽഡ് ബിഹേവ് ഇൻ സ്കൂൾ? ഓക്കെ. അടുത്തതായിട്ട് നമ്മുടെ കുട്ടികൾ സ്കൂളുകളിലെ അക്കാദമിക് പെർഫോമൻസ് മാത്രമല്ല, അവർക്ക് ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്കൂൾസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടി ഇങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഉൾപ്പെടാറുണ്ടോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? എൻ്റെ കുട്ടി മറ്റ് സപ്ലിമെൻ്ററി പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാറുണ്ടോ? ഈസ് മൈ ചൈൽഡ് involved in any extracurricular activities? Is my child involved in any extracurricular activities? Is my child involved in any extracurricular activities? ഓക്കെ. ഇനി സ്കൂളിൽ കുട്ടികൾ മറ്റ് സ്റ്റുഡൻസുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റു കുട്ടികളുടെ അടുത്ത് അവരെങ്ങനെയാണ് സംവദിക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? എൻ്റെ കുട്ടി മറ്റ് വിദ്യാർത്ഥികളുമായി എങ്ങനെ സംവദിക്കുന്നു? How does my child interact with other students? How does my child interact with other students? How does my child interact with അതർ സ്റ്റുഡൻസ്? സംവദിക്കുക എന്നുള്ളതിന് നമ്മൾ ഇൻട്രാക്ട് എന്ന് പറയും കേട്ടോ. ചില കുട്ടികൾക്ക് ചില സബ്ജക്റ്റുകളിൽ, ചില വിഷയങ്ങളിൽ കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സപ്പോർട്ട് ആവശ്യമുണ്ടാവും. അപ്പോൾ നമുക്ക് ചോദിക്കണം, എൻ്റെ കുട്ടിക്ക് ഏതെങ്കിലും വിഷയത്തിൽ അധിക പിന്തുണ ആവശ്യമുണ്ടോ? എൻ്റെ കുട്ടിക്ക് ഏതെങ്കിലും വിഷയത്തിൽ അധിക പിന്തുണ ആവശ്യമുണ്ടോ? ഡസ് മൈ ചൈൽഡ് നീഡ് അഡീഷണൽ സപ്പോർട്ട് ഇൻ എനി സബ്ജക്ട്? Does my child need additional support in any subject? Does my child need additional support in any subject? Does my child need additional support in any subject? Clear? ഇനി കുട്ടികൾക്ക് എപ്പോഴും വരുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് ഈ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം. അവർ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആവും. അപ്പോൾ ഈ കുട്ടിയുടെ കോൺസെൻട്രേഷൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ആ ഒരു കൺസേൺ ടീച്ചറെ അടുത്ത് നമുക്ക് ചോദിക്കണം. എൻ്റെ കുട്ടിയുടെ
ശ്രദ്ധാ കേന്ദ്രീകരണം മെച്ചപ്പെടുത്താനായി എന്ത് നടപടി കൈക്കൊള്ളണം? എൻ്റെ കുട്ടിയുടെ ശ്രദ്ധാ കേന്ദ്രീകരണം മെച്ചപ്പെടുത്താനായി എന്ത് നടപടി കൈക്കൊള്ളണം? വാട്ട് സ്റ്റെപ്സ് ക്യാൻ ബി ടേക്കൺ ടു ഇംപ്രൂവ് മൈ ചൈൽഡ്സ് കോൺസെൻട്രേഷൻ? വാട്ട് സ്റ്റെപ്സ് can be taken to improve my child's concentration? What steps can be taken to improve my child's concentration? Clear? ഇനി സ്കൂൾ ആക്ടിവിറ്റീസിലൊക്കെ കുട്ടി ഇൻട്രസ്റ്റ് ആണോ, അല്ലെങ്കിൽ കുട്ടി അതിനു വേണ്ടിയുള്ള ഒരു താല്പര്യം കാണിക്കുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് ചോദിക്കുക? എൻ്റെ കുട്ടി സ്കൂൾ പ്രവർത്തനങ്ങളിൽ താല്പര്യം കാണിക്കുന്നുണ്ടോ? Is my child showing interest in school activities? Is my child showing interest in school activities? Is my child showing interest in school activities? Okay. ഇനി ചില ഏരിയകളിൽ കുട്ടികൾ കുറച്ച് വീക്ക് ആയിരിക്കും. അപ്പോൾ ആ ഏരിയയിൽ ഏത് ഏരിയയിലാണ് എൻ്റെ കുട്ടി കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നെങ്ങനെ നമ്മൾ ചോദിക്കും? അല്ലെങ്കിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്യേണ്ടത് ഏത് ഏരിയയിലാണെന്ന് ചോദിക്കും. ചിലവർ നന്നായിട്ട് എഴുതും, പക്ഷെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലർ മാത്സിലെ കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാവും, പക്ഷെ അവർക്ക് സ്പീഡിൽ അത് സോൾവ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും, പക്ഷെ സ്പീഡിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയ, നമ്മുടെ വീക്കായിട്ടുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് അതിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്യണം നമ്മൾ, അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ എങ്ങനെ ചോദിക്കും? എൻ്റെ കുട്ടി ഏതെങ്കിലും മേഖലകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ശ്രദ്ധ പുലർത്തേണ്ട മേഖലകൾ ഏതൊക്കെയാണ്? എൻ്റെ കുട്ടി ഏതെല്ലാം മേഖലകളിൽ ശ്രദ്ധ പുലർത്തണം? What are the areas that my child can work on? What are the areas that my child can work on? What are the areas that my child can work on? What are the areas that my child can work on? Clear? ഇനി കുട്ടിയുടെ ഒരു സ്റ്റഡി ഹാബിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനശീലം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും മാർഗങ്ങൾ നിർദ്ദേശിക്കാമോ എന്ന് നമുക്ക് ആ ഒരു കൺസേൺ ടീച്ചറുടെ അടുത്ത് ചോദിക്കാം. കുട്ടിയുടെ പഠനശീലം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി നിർദ്ദേശിക്കാമോ എന്നെങ്ങനെ ചോദിക്കും നമ്മൾ? എൻ്റെ കുട്ടിയുടെ പഠനശീലങ്ങൾ മെച്ചപ്പെടുത്താൻ കുറച്ച് മാർഗങ്ങൾ നിർദ്ദേശിക്കാമോ? Can you suggest some ways to improve my child's study habits? Can you suggest some ways to improve my child's study habits? Can you suggest some ways to improve my child's study habits? ഇനി നമുക്ക് ചോദിക്കാം, കുട്ടികളുടെ പഠനത്തോടുള്ള സമീപനം എങ്ങനെയാണ്? ചിലർ വളരെ ലേസി ആയിരിക്കും, ചിലർ കുറച്ചുകൂടെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവരുടെ പെർഫോമൻസ് അത്രയും അങ്ങ് വരുന്നുണ്ടാവില്ല. നമ്മുടെ കുട്ടിയുടെ പഠനത്തോടുള്ള സമീപനം എന്താണ്, എങ്ങനെയാണെന്ന് എങ്ങനെയാണ് ചോദിക്കാം? What is my child's attitude towards learning? 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 Clear? ഇനി നമുക്ക് ചോദിക്കാം, കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയുണ്ട്? കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ്, എൻ്റെ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയുണ്ട് എന്നെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? How is my child's handwriting? How is my child's handwriting? How is my child's handwriting? Clear? ഇനി നമ്മുടെ കുട്ടി പങ്ക്ച്വൽ ആണോ എന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ സ്കൂളിൽ എത്തുന്നുണ്ടോ എന്നെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? എൻ്റെ കുട്ടി സ്കൂളിൽ സമയബന്ധിതമായി എത്തുന്നുണ്ടോ? എൻ്റെ കുട്ടി സ്കൂളിൽ സമയബന്ധിതമായി എത്തുന്നുണ്ടോ? ഈസ് മൈ ചൈൽഡ് പങ്ക്ച്വൽ ഇൻ അറ്റൻഡിങ് സ്കൂൾ? ഈസ് മൈ ചൈൽഡ് punctual in attending school? Is my child punctual in attending school? ഇനി നമുക്ക് ചോദിക്കാം, കുട്ടിയെ കൂടുതൽ പരിശ്രമിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെയാണ് പ്രേരിപ്പിക്കുക? ആസ് എ പാരന്റ് എനിക്ക് എങ്ങനെയാണ് എൻ്റെ കുട്ടിയെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക, കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി? എനിക്ക് എങ്ങനെ എൻ്റെ കുട്ടിയെ കൂടുതൽ പരിശ്രമിക്കാൻ പ്രേരിപ്പിക്കാം? How can I motivate my child to work harder? How can I motivate my child to work harder? How can I motivate my child to work harder? How can I motivate my child to work harder? Motivate എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. ഓക്കെ. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.